അയ്യോ, അവിടെ ഒരു മത്സ്യകന്യകയുണ്ട്, ഇവിടെ ഒരു മത്സ്യകന്യകയുണ്ട്. നമ്മുടെ ട്രെയിനിന്റെ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു പിക്ചർ വെച്ചിട്ടുള്ള ഒരു ബസ്, അതും ലണ്ടൻ ബസ്. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ചാർജ് നമുക്ക് പോകത്തുള്ളൂ. ഗോൾഡൻ ടു ടീ ബസ് എന്ന് പറഞ്ഞിട്ട് 2 ബസ് ഇവിടെ കിടപ്പുണ്ടായി. അയ്യോ, ഇതെങ്ങനെ കൊടുക്കുന്നത്? എന്റെ വായിലേക്ക് കുടഞ്ഞിട്ടാ മതിയായിരുന്നു. ബക്കിംഗ്ഹാം പാലസിൽ പോയാലോ? ടീയും കേക്കും ഫുഡ് ഐറ്റംസ് എല്ലാം സർവ് ചെയ്ത് വെച്ചേക്കോ ഓരോ ടേബിളിലും. ഇവിടെ നമുക്ക് പേടിക്കണ്ടല്ലോ. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിച്ചോണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ടാണ്. നോക്കിയോ, എന്നാ വലുതാന്ന് നോക്കിയോ. ഭയങ്കര ഉടായ്പാണ്. ഇതിന്റെ ചാർജ് പറഞ്ഞത് 90 pounds ഒക്കെ. ലണ്ടൻ ടൂർ മൊത്തവും. ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കാണാനുള്ള ലൊക്കേഷൻസ് ആണ് ഈ ഒരു മാപ്പിൽ കാണുന്നത്. അത് ലൈൻ ലൈനായിട്ടാ വരുന്നത്. അതിന് എന്താ കഴിക്കാൻ പോകുന്നത്? ഹായ്, ഹലോ, ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് 29-ാം തീയതി. അപ്പം അനു ആണെങ്കിൽ ഇന്നാണ് ടോർക്ക് ചെയ്യുന്നത്, ലണ്ടനിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സ്റ്റോക്ക്വെല്ലാണ് ലണ്ടനിൽ. അവിടെ നിന്ന് ഇനി വിക്ടോറിയ കൊച്ചി സ്റ്റേഷനിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ നാഷണൽ എക്സ്പ്രസ് ബസ് വന്ന് നിൽക്കുന്ന സ്റ്റോപ്പ്, മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഞാൻ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം സമയം 10:30 ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ട്രാവലാണുള്ളത്. അവളൊരു 10:50 ആകുമ്പോഴാണ് അവളവിടെ സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പം ഞാൻ അവളെ പിക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ ഞാൻ ജോലിനൊപ്പം താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എൻട്രി. അപ്പോൾ നമ്മുടെ NFC പേയ്മെൻറ്റിലൂടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൊബൈലിൽ ഞാൻ NFC എനേബിൾ ചെയ്തേക്കണോണ്ട് കാർഡ് ടാപ്പ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ലണ്ടനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എക്സിറ്റ് ആകുമ്പോഴും നമ്മൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത്. കാരണം മറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ എമൗണ്ട് ആണ് നമ്മളെ ഇന്ന് ചാർജ് ആക്കുന്നത്. അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാവൽ ചെയ്തതിന് ഉള്ള എമൗണ്ട് മാത്രമേ ചാർജ് ആവത്തുള്ളൂ. എല്ലാ സ്റ്റേഷനിലും നമുക്ക് ഇതേപോലുള്ള സംഭവം കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് എമർജൻസി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റാഫിനോട് നമുക്ക് സംസാരിക്കാനായിട്ടൊക്കെ പറ്റും. നമ്മുടെ എന്തെങ്കിലും സാധനമൊക്കെ ഇവിടെ ട്രാക്കിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നത്. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഇൻഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻക്വയറി ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ മാപ്പുകളെല്ലാം നമുക്ക് എല്ലായിടത്തും തന്നെ കാണാൻ പറ്റും. നമ്മുടെ ടൂ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പൊക്കത്തും ആ ഒരു റൂട്ടും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ലണ്ടൻ നമുക്ക് ടോട്ടലി 1 to 6 സോണാണുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഇത് സോൺ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അങ്ങനെ 6 സോണ് ചേരുന്നതാണ് ലണ്ടൻ എന്ന് പറയുന്നത്. ഈ ലണ്ടനിലെ മോസ്റ്റ് അട്രാക്ഷൻസും ഈ ഒരു 1 to 6 സോണിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഈ ഒരു 2 സോണിലാണ്. ഇവിടെ നമ്മൾ 1 സോണിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നമുക്ക് വിക്ടോറിയ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് നമുക്ക് വിക്ടോറിയ സ്റ്റേഷൻ. ഇത് കണ്ടില്ലേ, കൊച്ചി ബസിന്റെ പടമൊക്കെ. കൊച്ചി സ്റ്റേഷൻ എവിടെയാണ്. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിപ്പോകാം. അപ്പം നമ്മുടെ മിനിമം ചാർജ് നമുക്ക് പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ വിക്ടോറിയ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് കോച്ച് സ്റ്റേഷനിലേക്ക് ഒരു 8 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മിനി ബിഗ് ബെൻ ആണ്. ബിഗ് ബെന്നിന്റെ ഒരു മോഡലാണ് വിക്ടോറിയ സ്റ്റേഷന്റെ നടുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടില്ലേ, ഗോൾഡൻ ടു ടീ ബസ് എന്ന് പറഞ്ഞിട്ട് 2 ബസ് ഇവിടെ കിടപ്പുണ്ടായി. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു അകത്തേക്ക് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി സമ്മതിച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, ഞാൻ എടുത്തു നോക്കിയപ്പം അവിടെ ടീയും കേക്കും ഫുഡ് ഐറ്റംസ് എല്ലാം സർവ് ചെയ്ത് വെച്ചേക്കും ഓരോ ടേബിളിലും. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിച്ചോണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സൈറ്റ് സീയിങ് ഒക്കെ കണ്ടുകൊണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് ബസ്സിൽ. എന്ത് രസമല്ലേ, അടിപൊളിയല്ലേ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഇംഗ്ലീഷ് സ്റ്റൈൽ ഫുഡൊക്കെയാണ് ഇതിൽ സർവ് ചെയ്യുന്നത്. ഇതിൽ തന്നെ 2 സ്റ്റാഫാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് വിക്ടോറിയ കോച്ച് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ പോകുന്നതാണ് ഇവിടുത്തെ നാഷണൽ എക്സ്പ്രസ് കോച്ച് ബസ് എന്ന് പറയുന്നത്. ഒരുപാട് ബസ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് വലിയൊരു സ്റ്റേഷനാണ് ഇവിടുത്തെ. ഇവിടെ ഇത് അറൈവൽസും അപ്പുറത്തെ ഡിപ്പാർച്ചറും ആണ്. 2 സെക്ഷനായിട്ടാണ് ഈ ഒരു വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ ഉള്ളത്. ഇവിടുന്ന് UK എല്ലായിടത്തേക്കും കോച്ച് സ്റ്റേഷന്റെ ബസ് അവൈലബിൾ ആണ്. അതും ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഈ കാണുന്നതാണ് ഇവിടുത്തെ കോച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇവിടെ എവിടെയും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതേ വരുന്നു. കുറെ നേരമായി വന്നിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവല്? നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നോ? ഉറങ്ങിയാ?
ഞാൻ ഉറങ്ങി 8 മണിയായപ്പോ എണീറ്റ് കോഫി കുടിക്കാൻ പോയി. കോഫി കുടിക്കാൻ പോയാ? എവിടെ ഇറങ്ങി? സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ നിർത്തുമല്ലോ. സർവീസ് സ്റ്റേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മൊത്തം നമ്മള് സാധാരണ കാറിന്റെ സർവീസ് സ്റ്റേഷനില്ല, അതുപോലെ തന്നെ അത് ആ സർവീസ് സ്റ്റേഷൻ. അത് എത്ര മിനിറ്റ് നടത്തി അവിടെ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോയി അവിടെ കോഫിയൊക്കെ വാങ്ങി കുടിച്ചു. റിച്ച് ലൈഫ്. ഞാൻ മറ്റേ സോളോ ട്രിപ്പിലായിരുന്നു. സോളോ ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. ഇനിയിപ്പോ സോളോ അടിച്ചോട്ടോ, ഒറ്റയ്ക്കൊക്കെ പോ. നല്ലതാണ്. നമ്മള് ഭയങ്കര ഇവിടെ നമുക്ക് പേടിക്കണ്ടല്ലോ ആര്. ബാഗൊക്കെ ഞാൻ മറ്റേ കോച്ചിൽ തന്നെ വെച്ചിട്ടാണ്, ബസ്സിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇതാണ് ഇവിടുത്തെ കോച്ച് സ്റ്റേഷൻ. ഇവിടെ നമുക്ക് ഓരോ നമ്പേഴ്സ് കാണാൻ പറ്റും. ഓരോ സ്ഥലത്തേക്കുള്ള ബസ്സാണ് ഇവിടെ വരിക. ഇങ്ങനെ ഓരോ പില്ലറിലും ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു വിക്ടോറിയ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ആയിട്ട് നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ബസ് കാണാൻ പറ്റും. ഇവിടെ നിന്നൊക്കെയാണ് ഓരോന്ന് സ്റ്റാർട്ടിങ് ഒക്കെ. ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് സിറ്റി സീയിങ് ബസ്സാണ്. നമ്മുടെ സിറ്റി മൊത്തം, ലണ്ടൻ സിറ്റി മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡ് റൂട്ട് ബസ്സാണിത്. അതേപോലെ തന്നെ ഹാരി പോട്ടർ, ദ മേക്കിംഗ് ഓഫ് ഹാരി പോട്ടർ എന്ന് പറഞ്ഞിട്ട് ഹാരി പോട്ടറിന്റെ ഒരു കവറൊക്കെ ഉള്ള ഒരു ബസ്സും ഉണ്ട്. വിശക്കുന്നുണ്ടായിരുന്നു? നന്നായിട്ട് വിശക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴാണ് വിശക്കുന്നുണ്ടാവും. 11 മണിയാവാ. ബർഗറും എല്ലാം മതിയോ? ഇവിടെ ഇന്ത്യൻ ഷോപ്പൊന്നും ഇല്ല. നമുക്ക് ഈസ്റ്റ് ഹാമിലും എല്ലാം പോയിട്ട് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് കഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മാക്ഡിയിൽ വന്ന് മാക്ഡിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തല്ലേ. ഒരു വാപ്പും ഫ്രൈസും ആണ് ഓർഡർ ചെയ്തത്. നമുക്ക് ബക്കിംഗ്ഹാം പാലസിൽ പോയാലോ? ഇവിടെ നമുക്ക് ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും കാണാനുള്ള ലൊക്കേഷൻസ് ആണ് ഈ ഒരു മാപ്പിൽ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡുകൾ ഇതേപോലെ നിൽപ്പുണ്ട്. അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നടത്തി സംഭവങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരും. അപ്പം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയതാണ് ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത്. നമുക്കിത് നോക്കി നമുക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, സെൻറ്റ് പോൾ കത്തീഡ്രലിൽ എനിക്ക് പോകണമെന്നുണ്ട്. ലണ്ടനായി ഞാൻ കണ്ടിട്ടുള്ളതാണ്. ബക്കിംഗ്ഹാം പാലസിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് നടന്നു പോവാം. അതിനെ പോവാം. അടുത്താ ലിപ്സ്റ്റിക് ഒക്കെ ഇടുവാണോ? ലിപ് ബാം ഇടുവാണോ? റെഡിയായോ? രാജാവിനെ കാണാൻ പോവാണോ? ഓ, രാജാവ് കേക്കണ്ട. നമ്മള് ബക്കിംഗ്ഹാം പാലസിന്റെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ലണ്ടൻ സിറ്റിയിൽ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഒരു സൈക്കിള് പോലെ. അതിന്റെ ബാക്കിൽ നമുക്ക് ഇരുന്നൊക്കെ ട്രാവൽ ചെയ്യാം. നൈറ്റ് ഒക്കെ ആകുമ്പോൾ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ടില്ലേ, ഒരു GPS സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം ലൈറ്റ് ഇട്ടിട്ട് അവർ സ്ട്രീറ്റിൽ കൂടെ കൊണ്ടുപോകും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ എന്നാലും ഇത് ഭയങ്കര ഉടായ്പാണ്. വിക്ടോറിയ 20 പൗണ്ട്സ് ഒക്കെയാണ് പെർ പേഴ്സൺ പറഞ്ഞത്. ഇതിന്റെ ചാർജ് പറഞ്ഞത് വിക്ടോറിയ, വെസ്റ്റ്മിനിസ്റ്റർ, അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും 20 പൗണ്ട്സ് വീതമൊക്കെയാണ് പറയുന്നത്. 90 പൗണ്ട്സ് ഒക്കെ ലണ്ടൻ ടൂർ മൊത്തവും ഈ ഒരു റിക്ഷയിൽ നമുക്ക് പോകാനായിട്ട്. ഇതാണ് ബക്കിംഗ്ഹാം പാലസിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു പാലസ് കാണാൻ പറ്റും. എന്റെ മുന്നേ എന്തോ ആൾക്കാരെ നോക്കിക്കേ, കണ്ടിട്ട് തന്നെ തല ഇറങ്ങും. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ നമുക്ക് റോയൽ മെയിലിന്റെ കുറെ വാനുകൾ ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ ഗൈഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടൂറിസ്റ്റിന്. ഇവിടെ നമുക്ക് ബക്കിംഗ്ഹാം പാലസിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിറച്ച ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. UK തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, എന്ത് വലിയ ബിൽഡിംഗ്. അതിന്റെ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മള് ഞെട്ടിപ്പോവും. ആ മാതിരി ഗേറ്റ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം എല്ലാവരുടെയും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതേപോലെ ഇവിടെ വന്നു പോകുന്നത് ഡെയിലി. ആ മാതിരി തിരക്കാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ നമുക്ക് കണ്ടില്ലേ 2 ഗാർഡുകളുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ പോലീസ് ഓഫീസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. റോയൽ ഫാമിലിയുടെ മെയിൻ ഒരു റെസിഡൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു സ്റ്റാച്ചു കാണാം. ഇവിടെ നമുക്ക് ചെറിയൊരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ കാണാം. നിറച്ചും കോയിൻസ് നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. 1 പൗണ്ടും 2 pence, 5 pence, 10 pence എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോയിൻസ് നമുക്ക് ഈ ഒരു ഫൗണ്ടനിലുണ്ട്. ഇവിടെ അവിടെ ഒരു മത്സ്യകന്യകയുണ്ട്. ഇവിടെ ഒരു മത്സ്യകന്യകയുണ്ട്. ഇതാണ് ഈ ഒരു പാലസിന്റെ ഈ ഒരു സ്റ്റാച്ചുവിന്റെ വിശേഷങ്ങളൊക്കെ. കണ്ടില്ലേ, എന്നാ ഭംഗി കാണാനായിട്ട്. ഓഫ്, നോക്കി ടോപ്പില്. ആ ഒരു ബക്കിംഗ്ഹാം പാലസിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒരു കുഞ്ഞു പാർക്ക് കാണാൻ പറ്റും. ഒരു വാട്ടർ സൈഡൊക്കെ ആയിട്ട്. ഇത് ശരിക്കും സമ്മറിൽ വന്നാലാണ് നമ്മൾ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഇലകളെല്ലാം വന്നിട്ട് ആ ഒരു ഭംഗിയിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ സമ്മറിൽ എന്ത് ഭംഗിയായിരിക്കും? ശരിക്കും പറഞ്ഞ ടോർക്കിയിൽ നിന്നപ്പം ഇത്രയും ഭംഗിയുടെ UK അറിയില്ലായിരുന്നു. UK അല്ല, ലണ്ടനില്. ലണ്ടനാണ് ശരിക്കും പറഞ്ഞത്. ശരിക്കും വ്യത്യാസമില്ല. നമ്മുടെ കണ്ടില്ലേ ആ ഒരു ചെടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗാർഡനിൽ പോയപ്പോൾ, അവിടെ നഴ്സറി പോയപ്പോൾ നമ്മളൊരു സംഭവം കണ്ടില്ലായിരുന്ന, ഒരു കുഞ്ഞി പ്ലാന്റ്. ക്രിസ്മസ് ട്രീ ഫാമിൽ പോയില്ലേ, അപ്പൊ കണ്ടില്ലായിരുന്ന? അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. അത് കണ്ട, ഗ്രീനും റെഡൊക്കെ ആയിട്ട് പല കളറില് ഒരു കമ്പ് മാത്രമായിട്ട് നിൽക്കുന്ന കണ്ട, അടിപൊളിയല്ലേ?
ഇവിടെ നമുക്ക് ബക്കിംഗ്ഹാം പാലസിൽ വന്നു കഴിഞ്ഞാൽ വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ, ദ ക്യൂൻസ് ഗാലറി, പിന്നെ ബക്കിംഗ്ഹാം പാലസ്, ദ വിക്ടോറിയ മെമ്മോറിയൽ മോണ്യുമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ല്, കാനഡ ഗേറ്റ്, ഗ്രീൻ പാർക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. പിന്നെ നമുക്ക് സെന്റ് ജെയിംസ് പാലസും കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു അറൌണ്ട് ലൊക്കേഷനിലെ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബക്കിംഗ്ഹാം പാലസിന് മുമ്പിൽ തന്നെ ചെറിയൊരു കുഞ്ഞു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പാർക്കിങ്ങിന്റെ സൈഡിൽ വന്നപ്പോൾ ഇത് കണ്ട ഒരു സ്വാൻ ഉണ്ട്, മറ്റേ വലിയ മറ്റേ വായുള്ള ഒരു സ്വാൻ ഇല്ലേ, അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെല്ലാം ലൈനായിട്ട് നടന്ന് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കിയാ അത് ലൈനായിട്ടാ വരുന്നേ അല്ലേ? അതെ, സന്ദർശനം തരുവാന്ന് തോന്നുന്നു. അയ്യോ നോക്കിയ എന്നാ വലുതാന്ന് നോക്കിയ. ഓ അടിപൊളിയാ. എന്റെ വാഗണ്ടോ? എന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാണ്. ദൈവമേ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാവരെയും കാണിച്ചോണ്ട്. ഇതെല്ലാം ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ്. അയ്യോ തിന്നുവാണത്. പുറത്തേക്കൊക്കെ ഇറങ്ങി വരണം. അനുവേ കടിക്കൂട്ടെ. അവിടെ ഫുഡ് എന്തോ കൊടുക്കാൻ പോവാ. അതെ, ഫുഡ് കൊടുക്കുന്നു. അയ്യോ ഇതെങ്ങനെ കൊടുക്കുന്നത്? എന്റെ വായിലേക്ക് കുടഞ്ഞിട്ടാ മതിയായിരുന്നു. കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കുടഞ്ഞിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇട്ട് കൊടുത്തണ്ട. അയ്യോ എല്ലാം എനിക്ക് എന്തോരാന്ന്. എല്ലാവരും ഇതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ ചുറ്റും നിക്കുന്നത്. എന്തോരം പേരാന്ന് നോക്കി ഇതിനെ കാണാൻ വേണ്ടിട്ട്. ഇതൊരു വലിയ സംഭവം അല്ലേ? അതെ, അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടോ? ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇതെങ്ങനെ വായിലേക്ക് എന്നൊക്കെ അവിടെ നിന്ന് എന്തോ സാധനം. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? കഴിക്കുന്നുണ്ടോ? എടാ ഇതിന്റെ ആ ഷേപ്പ് ഉണ്ടോ? അതെ, തല വെച്ചേക്കണുണ്ടോ? ആ തല വെച്ചേക്കണുണ്ടോ? നോക്കി എന്തിനാ ആക്കില വെച്ചേക്കുന്ന? ആ അത്ര ഹൈറ്റുള്ള എന്റെ ബാഗ് അടിച്ചു തിന്നാൻ വന്നു പുള്ളിക്കാരനൊക്കെ. എന്ത് നൈസായിട്ട് അതിന്റെ നെക്ക് അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കണെന്ന് നോക്കിയ. അയ്യോ ആ ബേർഡിന്റെ സൗണ്ട് ഇപ്പൊ കേട്ടെ. അയ്യോ അയ്യോ ആ ഇല തിന്നാൻ വേണ്ടിട്ട് അതുങ്ങൾ കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ഇതെങ്ങനെയായിരിക്കുമല്ലോ ഫുഡ് കഴിക്കുന്നത് ഇത്രയും വലിയ വായും വെച്ചോണ്ട്. പക്ഷെ അത് മീൻ കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതെനിക്കറിയാം, അതിങ്ങനെ അങ്ങനെ വെച്ചിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ബക്കിംഗ്ഹാം പാലസിലെ കാഴ്ചകളെല്ലാം കണ്ടു. ഭയങ്കര എന്ത് വലുതല്ലേ ബക്കിംഗ്ഹാം പാലസ്. അതിലും വലിയ ആൾക്കാരാണ് ഇവിടെ, ജനക്കൂട്ടം. അതെ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് UK. അത് തന്നെയല്ല ആ സ്വാനൊക്കെ ഇപ്പൊ ഞങ്ങൾ കണ്ടിറങ്ങിയത് ഒരു രക്ഷയില്ലായിരുന്നു. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ UK ആണെന്ന് തോന്നിയത്. എന്ന് വെച്ചാൽ ഇവിടെയുള്ളവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം ഒരു UK മീൻസ് നമ്മളൊക്കെ കൊച്ചിലേക്ക് സിനിമയുടെ അതൊക്കെ കണ്ട ആൾക്കാർ. ഔട്ടറിൽ നിൽക്കണോണ്ടാ. ഔട്ടറിലോ? ഔട്ടർ മീൻസ് ടോർക്കിയിൽ അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും അല്ല ആൾക്കാർ ഉടുപ്പിടുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും യുകെയിലാണെന്നൊരു ഫീൽ ആണ് അല്ലേ? ഈ ഒരു ബക്കിംഗ്ഹാം പാലസിലെ കാഴ്ചകളൊക്കെ. അപ്പൊ ഇനി ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ അവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ ആ റൂമിലേക്ക് പോകണം. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ജോയലിന്റെ വീട്ടിൽ പോയിട്ട് എന്റെ പെട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നത്. അനുവിന്റെ ബാഗ് ആണെങ്കിൽ ഞാൻ അതേ തോളത്തിട്ട് ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നേരെ നമ്മൾ ജോയലിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകും. ഇവിടുന്ന് നമുക്ക് ട്യൂബിൽ നിന്നും പോവാം, ബസ്സിൽ നിന്നും പോവാം. അപ്പം ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇവിടുന്ന് ഒരു 20 മിനിറ്റാണ് ട്രാവൽ ഉള്ളത്. ലണ്ടനിലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടാക്സിയാണ് ഈ കാണുന്ന ബ്ലാക്കില് ഈ ഒരു റോയൽ ലുക്കിലുള്ള ഇതില്ലേ, ഭയങ്കര ഐക്കോണിക് അല്ലേ ഇത്. അവിടെ കേറണ
ഏരിയ കൊള്ളാന്നുണ്ട്, പക്ഷെ ഇതിൽ ഭയങ്കര ചാർജ് ആണോ ഇതൊക്കെ? ഇല്ല, നോർമൽ ചാർജ് തന്നെയാണ്. അങ്ങനെ നമ്മള് ബസ് സ്റ്റോപ്പിൽ വന്ന് ആനിമതേ സീറ്റിൽ ഇരിപ്പിടം സ്ഥാപിച്ചു. ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളാണെങ്കിൽ ഇവിടെ വന്നപ്പോ നമ്മുടെ കേരള പ്രൊമോഷൻ കണ്ടില്ലേ, ഗോ കേരള എന്ന് പറഞ്ഞിട്ട് kerala.tourism.org വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം കാണാം. നമ്മുടെ കേരളത്തിന്റെ ഒരു പിക്ചർ വെച്ചിട്ടുള്ള ഒരു ബസ്, അതും ലണ്ടൻ ബസ്. ഓക്കെ, ട്രാവൽ ഫോർ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്? മലയാളി പൊളിയാട കേരള ഗോഡ്സ് ഓൺ കൺട്രി. നമ്മുടെ ആ ഒരു പശുവും തോണിയും സായിപ്പന്മാര് തുഴഞ്ഞു പോണതൊക്കെ കണ്ട. ഞങ്ങളങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വൈകുന്നേരം ജോയലിന്റെ റൂമിലേക്ക് വന്നു. അപ്പൊ ഞങ്ങള് വിശന്നപ്പം എന്തേ ഇവിടെ സ്റ്റോക്ക്വെൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഇവിടെ ഷാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് എന്താ കഴിക്കാൻ പോകുന്നത്? എന്റെ പേര്, നമ്മളിവിടെ ചിക്കൻ പ്ലാറ്റേഴ്സ് ആണ് കഴിക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയത്. അപ്പൊ പുള്ളി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പാഴ്സൽ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി കഴിക്കാനുള്ള പ്ലാനാണ്. നമ്മളങ്ങനെ ഫുഡൊക്കെ വാങ്ങി നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് പുതിയ റൂമിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ജോലെ, താങ്ക് യു സോ മച്ച്. ഈ 2 ദിവസത്തേക്ക് നീ എന്നെ നോക്കി നല്ലപോലെ പൊന്നുപോലെ നോക്കിയതിന്. അതെ അനുമേ, അതെ ജോയലായിരുന്നു എൻ്റെ ഭാര്യ 2 ദിവസത്തെ. ഇപ്പോഴാണെങ്കിൽ സമയം 4:30 ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പുതിയ വീട്ടിലേക്ക് പോകും. അപ്പം പുതിയ ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ ബൈ. പോകുന്നിറങ്ങി.